അതെ, മലയാളിക്ക് പരിചയമുള്ള വളരെ വൃത്തികെട്ട പരിഹാരം. അദ്ദേഹത്തിൻ്റെ ഭൗതികവാദം അദ്ദേഹത്തെ എത്തിച്ചത് ആ പരിഹാരത്തിൽ തന്നെ. മക്കളെ കൊന്നുകളയുക, നമ്മളും ആത്മഹത്യ ചെയ്യുക. പൊന്നോമനകളായ 2 പെൺമക്കൾ. ആ പെൺമക്കൾ അദ്ദേഹം വേറെ അതിരറ്റ് സ്നേഹിച്ചിരുന്ന പെൺമക്കൾ. അങ്ങനെയുള്ള ആ പെൺമക്കളെ കൊന്നിട്ട് വേണം തനിക്കും ഭാര്യക്കും ആത്മഹത്യ ചെയ്യാൻ. അതിനുവേണ്ടിയുള്ള പദ്ധതികളെല്ലാം ഒരുങ്ങി. താനും ഭാര്യയും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മക്കളെ പിന്നെ ആര് നോക്കും? കാരണം വീട്ടുകാരുമായി തെറ്റി പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ് അവർ. അതുകൊണ്ട് തന്നെ വീട്ടുകാരുമായി, 2 കൂട്ടരുടെയും വീട്ടുകാരുമായി ബന്ധമൊന്നുമില്ല. മക്കളെ ആര് നോക്കുമെന്ന ചോദ്യം, അതിനുള്ള ഉത്തരം അവർ നരകിക്കരുത്. തങ്ങളുടെ മാർഗം തന്നെ അവർ സ്വീകരിക്കട്ടെ. മക്കൾക്ക് വേണ്ടിയുള്ള മക്കളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള, സ്വയം മരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം റെഡി. മുകളിൽ വീടാണ്, താഴെ ഓഫീസാണ് അദ്ദേഹത്തിൻ്റെ. രാത്രി ഓഫീസിൽ അദ്ദേഹത്തിന് മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട്, സ്വയം ആത്മഹത്യയല്ല, മക്കളെ കൊല്ലുന്നത് ആലോചിച്ച് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള സമാധാനവുമില്ല. താഴെ വന്ന ഓഫീസിൽ അദ്ദേഹം സിഗരറ്റ് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. സിഗരറ്റ് ഒന്ന് കെടുമ്പോഴേക്ക് അടുത്ത് തന്നെയുള്ള മദ്യം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടൊന്നും സമാധാനം കിട്ടണില്ല. അയാൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടി അലമാരയിൽ നിന്ന് ഒരു പുസ്തകമെടുത്തതാണ്. ഇസ്ലാമും ഹദീസുകളും പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ, അതിനു വേണ്ടിയുള്ളൊരു സ്ഥാപനം തുടങ്ങുക എന്ന് പറയുമ്പോൾ, ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തെയും ദർശനത്തെയും കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ പോലും ഉമ്മത്തിനെ, സമുദായത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളെന്നാണ് വിചാരിക്കാറുള്ളത്. ആ വിചാരത്തിൻ്റെ കടക്ക് തന്നെ കത്തിവെക്കുകയാണ് ഇവിടെ ഉനൈസ് ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്ഥാപനം പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം സ്വാംശീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, ആ വെളിച്ചം പ്രകടിപ്പിക്കുക, പ്രസരിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ, അത് മനുഷ്യർക്കു വേണ്ടിയുള്ള, മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള, അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവന പ്രവർത്തനമായി തീരുകയാണ്. പരിശുദ്ധ ഖുർആൻ മുസ്ലിം ഉമ്മത്തിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മ എന്നാണ്. നിങ്ങളാണ് ഉത്തമ സമുദായം. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു കേവലം ഒരു വർത്തമാനം പറയല്ല, മറിച്ച് ഇതൊരു സർട്ടിഫിക്കേഷനാണ്. ഒരു സർട്ടിഫൈ ചെയ്യാണ്. ഒരു കൂട്ടം ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുന്തും ഖൈറ ഉമ്മ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളാണ് ഉത്തമ സമുദായം, ഒരു സംശയവുമില്ലാത്ത വിധം നിങ്ങൾ ഉത്തമ സമുദായമാകേണ്ടവരാണ് എന്നല്ല, നിങ്ങളൊരു ഉത്തമ സമുദായമാണ് എന്നല്ല, മറിച്ച് ഒരു സംശയവുമില്ലാത്ത വണ്ണം പറയുന്നത് നിങ്ങളാണ് ഉത്തമ സമുദായമെന്ന്. കുന്തും ഖൈറ ഉമ്മ. ആ ഉത്തമ സമുദായം ആർക്കു വേണ്ടിയുള്ളതാണ്? ഉഖ്രിജത ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഉയർപ്പിക്കപ്പെട്ടവർ, മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്തമുള്ള ഉത്തമ സമുദായം.
ആ ഉത്തമ സമുദായത്തിലെ മുഴുവൻ മനുഷ്യരുടെയും നേതൃത്വം ഏറ്റെടുക്കാൻ. നേതൃത്വം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ നേതൃത്വമാണ് എന്ന് ധരിക്കുന്ന പലരുമുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന നേതൃത്വം രാഷ്ട്രമുണ്ടായിട്ടോ രാഷ്ട്രീയ അധികാരം കിട്ടിയിട്ടോ ഉള്ള നേതൃത്വമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെ അകവും പുറവും മുതൽക്കുള്ള നേതൃത്വമാണ്. ആണാണ് ഖുർആൻ പറഞ്ഞത്, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹി. നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടത് അവരോട് ധർമ്മം പഠിപ്പിക്കാനാണ്, അവരെ അധർമ്മത്തിൽ നിന്ന് വിലക്കാനാണ്. ഇതിനെല്ലാമുള്ള പ്രചോദനമായി, ഇതിനെല്ലാമുള്ള അടിത്തറയായി, ഇതിനെല്ലാമുള്ള ഹൃദയത്തിനകത്തെ വെളിച്ചമായി നിങ്ങൾക്കുള്ളത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അപ്പോൾ വലിയൊരു ദൗത്യം, അത് ഉമ്മത്തിന് വേണ്ടി, ഈ ഉമ്മത്തിനെ ലോകത്തിന് വേണ്ടി സമർപ്പിക്കുക എന്ന ദൗത്യം, അതാണ് ഖുർആൻ നിർവഹിച്ച ദൗത്യം. ആ ഖുർആൻ നിർവഹിച്ച ദൗത്യം നിർവഹിക്കാൻ പുതിയ കാലത്തുള്ള പുതിയ തലമുറയെ പ്രാപ്തമാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ദാറുൽ ബയ്യനക്ക് പിന്നിലുള്ളത് എന്നാണ് ഇവിടെ ഉനൈസ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അതൊരു മതഗ്രന്ഥത്തിൻ്റെ പാഠമല്ല, അത് കേവലം ഒരു മതഗ്രന്ഥത്തിൻ്റെ പാഠമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും പഠിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു മതപുരുഷൻ്റെ ജീവിതത്തെ പഠിപ്പിക്കലല്ല, മറിച്ച് ലോകത്തിന് ധാർമ്മികതയെ പഠിപ്പിക്കലാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ എടുത്തു നോക്കുക. ഇവിടെ ഖുർആൻ അതിൻ്റെ ഹിഫ്ദിനെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ കുട്ടികൾ ഇൻഷാ അല്ലാഹ് 5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഹിഫ്ദുള്ളവരും അതോടൊപ്പം പരിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങൾ അറിയുന്നവരുമായി തീരും. പരിശുദ്ധ ഖുർആൻ്റെ ഖുർആനിനെ അറിയുക, ഖുർആൻ്റെ സവിശേഷത ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഉമ്മത്തുമായി പരിശുദ്ധ ഖുർആനുള്ള ബന്ധത്തെക്കുറിച്ച് മറ്റു മതഗ്രന്ഥങ്ങൾ അതേ ഭാഷയിൽ പാരായണം ചെയ്യുന്നവർ തുലവും വിരളമായിരിക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ തന്നെ പാരായണം ചെയ്യുന്ന ആയിരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഉമ്മത്ത് നിലനിൽക്കുകയാണ്. അത് വലിയൊരു അത്ഭുതമാണ്, അത് വേറെ വശം. പക്ഷെ എന്തുകൊണ്ടാണിത്? എന്താണിത്? പരിശുദ്ധ ഖുർആൻ എന്താണ്? ഖുർആൻ എല്ലാവർക്കും ഓരോ മതഗ്രന്ഥമുള്ളതുപോലെ മുസ്ലിങ്ങൾക്കുമുള്ളൊരു മതഗ്രന്ഥമാണോ? അങ്ങനെ ഖുർആൻ ഒരിക്കലും പറഞ്ഞില്ല, പ്രവാചകൻ പഠിപ്പിച്ചില്ല. ഖുർആൻ പറഞ്ഞത്, പ്രവാചകൻ പഠിപ്പിച്ചത് ഇത് മനുഷ്യരെ മാർഗദർശനത്തിന് വേണ്ടിയുള്ള, മനുഷ്യർക്ക് മാർഗദർശനത്തിന് വേണ്ടിയുള്ള പടച്ചവൻ്റെ വർത്തമാനമാണ് എന്നാണ്. ലോകത്തൊരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. 2 ചട്ടകൾക്കുള്ളിലുള്ള പേജുകൾക്കാണ് ഗ്രന്ഥങ്ങൾ എന്ന്, പുസ്തകങ്ങൾ ബുക്സ് എന്ന്, കിതാബ് എന്നുമെല്ലാം പറയുക. ഒരുപാട് ഗ്രന്ഥങ്ങൾ, മതപരവും മതേതരവുമായ ഗ്രന്ഥങ്ങൾ, ശാസ്ത്രവും ചരിത്രവും പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ, ധർമ്മശാസ്ത്രവും ലോക നിയമങ്ങളും പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ, രാഷ്ട്രമീമാംസയും ഭരണഘടനയും എല്ലാം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യ സൃഷ്ടികളാണ്. 2 ചട്ടകൾക്കുള്ളിലാണെങ്കിലും പരിശുദ്ധ ഖുർആൻ മാത്രം ലോകത്ത് വേറിട്ട് നിന്നുകൊണ്ട് പറയുന്നു, ഇത് സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ്റെ വചനങ്ങളാണ് എന്ന്. ഖുർആൻ മാറി നിൽക്കുന്നു അവിടെ മുതൽ. തീർച്ചയായും ഒരുപാട് മതവിശ്വാസികൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അവരെല്ലാവരും അവരുടെ ഗ്രന്ഥങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാറുണ്ട്, ഇത് ദൈവിക ഗ്രന്ഥമാണ്, ഇത് പടച്ചവൻ്റേതാണ്, ഇത് പരിശുദ്ധാത്മ പ്രചോദിതമാണ്, ഇത് അഗ്നി ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതാണ് എന്നെല്ലാം. പക്ഷേ ആ ഗ്രന്ഥങ്ങൾക്ക് അത്തരമൊരു അവകാശവാദമുണ്ടോ? ആ ഗ്രന്ഥങ്ങൾക്ക് അത്തരമൊരു അവകാശവാദമുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഖുർആൻ അവിടെ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമായി വഇന്നഹു ലതൻസീൽ റബ്ബിൽ ആലമീൻ എന്ന് ഖുർആൻ പറയുന്നു.
ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമായി അലിഫ് ലാം മീം തൻസീൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ എന്ന് ഖുർആൻ പറയുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമായി യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം എന്ന് ഖുർആൻ പറയുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമായി അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് ഖുർആൻ പറയുന്നു. ഖുർആന് മാത്രമേ ആ വർത്തമാനം തന്നെയുള്ളൂ. ഇത് സർവ്വലോകരക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇത് പ്രപഞ്ചനാഥനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇത് പരമകാരുണികരിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഈ അവകാശവാദം ഉൾക്കൊള്ളുന്ന ഒരേ ഒരു ഗ്രന്ഥം എന്താണ് ഈ ഖുർആൻ? ഖുർആൻ സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ ലോകത്തുള്ള മനുഷ്യരോട് വർത്തമാനം പറയുന്നതാണ് ഖുർആൻ. അത് കേവലം അക്ഷരങ്ങളിൽ അവസാനിക്കുന്നതല്ല, അക്ഷരങ്ങളല്ല. അതുകൊണ്ടാണ് ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ എന്നെല്ലാമുള്ള മുസ്ലിം ലോകത്ത് വലിയ ചർച്ചകൾ ഉണ്ടായത്. പുതിയ കാലത്ത് ആ ചർച്ചകൾ അപ്രസക്തമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ വർത്തമാനമാണ്. സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ അവസാന നാൾ വരെയുള്ള മനുഷ്യരോടുമായി നിരന്തരമായി നടത്തുന്ന വർത്തമാനമാണ് ഖുർആൻ. ഖുർആൻ അവതരണം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി അവസാനിച്ചു. ഖുർആന്റെ അവതരണം അവസാനിച്ചു. പക്ഷേ ഖുർആനിലൂടെയുള്ള പടച്ചവന്റെ വർത്തമാനം ഇന്നും സജീവമായി നിലനിൽക്കുന്നു. മനുഷ്യരോട് ഖുർആൻ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യർക്ക് ഇന്നും ഉള്ള ചോദ്യങ്ങൾക്ക്, ആത്യന്തികമായ ചോദ്യങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരമായി, ചോദ്യങ്ങൾക്ക് ഉത്തരമായി പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ആ ഉത്തരങ്ങൾ, പ്രതിസന്ധികൾക്കുള്ള പരിഹാരങ്ങൾ, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പരിശുദ്ധ ഖുർആൻ നൽകുന്നു. പുതിയ കാലത്ത്, പുതിയ സമൂഹത്തിന്, എൻ്റെ മുന്നിലിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് മുസ്ലിം സമൂഹത്തിൽ ജീവിച്ച് വളർന്നു വന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ ചെറുപ്പത്തിലെ പഠിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ്. എന്നാൽ ഇസ്ലാം സ്വീകരിച്ച സഹോദരങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവരുടെ ജീവിതത്തിൽ ഇസ്ലാം എങ്ങനെ കടന്നു വന്നു? ഖുർആനിലൂടെ പടച്ചവൻ അവരോട് വർത്തമാനം പറഞ്ഞത് അവർ അനുഭവിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ശാദ്വലമായ ഭൂമികയിലേക്ക് അവർ കടന്നു വന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഖുർആനിലൂടെ മറുപടി നൽകുകയായിരുന്നു. നമുക്കും ആ മറുപടി ലഭിക്കും. ഖുർആനിനെ അങ്ങനെ സമീപിക്കണമെന്ന് മാത്രം. ഖുർആൻ അങ്ങനെ സമീപിക്കണമെന്ന് മാത്രം. ആ മറുപടി നൽകുന്ന പരിശുദ്ധ ഖുർആനിനെ ഒരുപാട് സമസ്യകളുള്ള, ഒരുപാട് പ്രതിസന്ധികളുള്ള, ഒരുപാട് പ്രശ്നങ്ങളുള്ള, ഒരുപാട് ചോദ്യങ്ങളുള്ള, ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ട്, അസ്തിത്വ പ്രതിസന്ധി അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യ സമൂഹത്തിന് നടുവിലേക്ക് ആ ഖുർആനിലൂടെയുള്ള അള്ളാഹുവിൻ്റെ വർത്തമാനത്തെ സമർപ്പിക്കുക എന്ന ദൗത്യമാണ് ദാറുൽ ബയ്യനയുടെ മക്കൾ നിർവഹിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അത് കേവലം ഒരു മതപ്രവർത്തനമല്ല, ഒരു സാമൂഹ്യ സേവനമാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ നൽകുവാനുള്ളത്. ഖുർആൻ വർത്തമാനം പറഞ്ഞൊരു സുഹൃത്ത്, ആ സുഹൃത്ത് ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കട്ടെ. നമ്മുടെ മലയാളി സുഹൃത്താണ്. ഒരുപാട് അന്താരാഷ്ട്ര വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെയും ഇസ്ലാം സ്വീകരണത്തിൻ്റെയും എല്ലാം. ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ്, അദ്ദേഹം ഒരു നക്സലൈറ്റ് പ്രവർത്തകനാണ്. മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവർ MBA എല്ലാം കഴിഞ്ഞ് അത്തരം വിഷയങ്ങളിൽ കൺസൾട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, ഒരുപാട് ബിസിനസ് വെഞ്ചറുകളിൽ പണം മുടക്കിയിട്ടുള്ളയാൾ. പലരുടെയും പണം അദ്ദേഹത്തിലൂടെ മുടക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഒരാൾ വലിയൊരു ക്രൈസിസിലേക്ക് പോകുന്നു, ഒരു വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് മാർഗങ്ങളില്ല. കോടികളുടെ കടമാണ്. ദിവസങ്ങൾ കഴിഞ്ഞാൽ വീട്ടിലെത്തി കടക്കാർ മുട്ടാൻ തുടങ്ങും. ഇതുവരെ ജീവിച്ച സകല അഭിമാനവും അവസാനിക്കുകയാണ്.
അയാൾ സമ്പാദിച്ചത് മുഴുവനും അതിനൊരു 4 ഇരട്ടിയും വിറ്റാൽ പോലും വീട്ടാൻ കഴിയാത്തത്രയും വലിയ കടമുണ്ടാക്കിയ പ്രതിസന്ധി. ശരാശരി മലയാളികൾ അത്തരം പ്രതിസന്ധികളിൽ സ്വീകരിക്കാറുള്ള പരിഹാരം തന്നെ സ്വീകരിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു, ആത്മഹത്യ. അങ്ങനെ ആത്മഹത്യ സ്വയം ചെയ്യാൻ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവരുടെ അടുത്തുകൂടി തീർച്ചയായും കടക്കാർ കടന്നു വരുന്ന അവസ്ഥയുണ്ടാകും. അതെ, മലയാളിക്ക് പരിചയമുള്ള വളരെ വൃത്തികെട്ട പരിഹാരം, അദ്ദേഹത്തിൻ്റെ ഭൗതികവാദം അദ്ദേഹത്തെ എത്തിച്ചത് ആ പരിഹാരത്തിൽ തന്നെ. മക്കളെ കൊന്നുകളയുക, നമ്മളും ആത്മഹത്യ ചെയ്യുക. പൊന്നോമനകളായ 2 പെൺമക്കൾ. ആ പെൺമക്കൾ അദ്ദേഹം വേറെ അതിരറ്റ് സ്നേഹിച്ചിരുന്ന പെൺമക്കൾ. അങ്ങനെയുള്ള ആ പെൺമക്കളെ കൊന്നിട്ട് വേണം തനിക്കും ഭാര്യക്കും ആത്മഹത്യ ചെയ്യാൻ. അതിനുവേണ്ടിയുള്ള പദ്ധതികളെല്ലാം ഒരുങ്ങി. താനും ഭാര്യയും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മക്കളെ പിന്നെ ആര് നോക്കും? കാരണം വീട്ടുകാരുമായി തെറ്റി പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ് അവർ. അതുകൊണ്ട് തന്നെ വീട്ടുകാരുമായി 2 കൂട്ടരുടെയും വീട്ടുകാരുമായി ബന്ധമൊന്നുമില്ല. മക്കളെ ആര് നോക്കുമെന്ന ചോദ്യം, അതിനുള്ള ഉത്തരം അവർ നരകിക്കരുത്. തങ്ങളുടെ മാർഗം തന്നെ അവർ സ്വീകരിക്കട്ടെ. മക്കൾക്ക് വേണ്ടിയുള്ള മക്കളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള, സ്വയം മരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം റെഡി. മുകളിൽ വീടാണ്, താഴെ ഓഫീസാണ് അദ്ദേഹത്തിൻ്റെ. രാത്രി ഓഫീസിൽ അദ്ദേഹത്തിന് മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട്, സ്വയം ആത്മഹത്യയല്ല, മക്കളെ കൊല്ലുന്നത് ആലോചിച്ച് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള സമാധാനവുമില്ല. താഴെ വന്ന ഓഫീസിൽ അദ്ദേഹം സിഗരറ്റ് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. സിഗരറ്റ് ഒന്ന് കെടുമ്പോഴേക്ക് അടുത്ത് തന്നെയുള്ള മദ്യം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടൊന്നും സമാധാനം കിട്ടണില്ല. അയാൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടി അലമാരയിൽ നിന്ന് ഒരു പുസ്തകമെടുത്തതാണ്. ആ പുസ്തകം അദ്ദേഹം തുറന്നു, വെറുതെ സമാധാനത്തിന് വേണ്ടി. ആ പുസ്തകം അദ്ദേഹത്തോട് പറയുന്നു, ദാരിദ്ര്യ ഭയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. നിങ്ങളല്ല, നാമാണ് അവർക്ക് ഭക്ഷണം നൽകുന്നത്, നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത്. അദ്ദേഹത്തോട് ആ ഗ്രന്ഥം വർത്തമാനം പറയുകയായിരുന്നു. ആ പുസ്തകവുമായി അദ്ദേഹം തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എൻ്റെ പ്രതിസന്ധിക്ക്, പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു. അവിടെ നിന്ന് പ്രശ്നപരിഹാരമാവുകയാണ് അദ്ദേഹത്തിൻ്റെ. പടച്ചവനെ തിരിച്ചറിയുകയാണ്. പരിശുദ്ധ ഖുർആന്റെ പാതയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അദ്ദേഹത്തിന് ശേഷമുള്ള ചരിത്രം വേറെ വിഷയം. ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ എങ്ങനെ സത്യാന്വേഷികളോട് വർത്തമാനം പറയുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ഈ പരിശുദ്ധ ഖുർആനാണ് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, ആത്യന്തികമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി കടന്നു വരുന്ന പരിശുദ്ധ ഖുർആനാണ് ഈ സ്ഥാപനത്തിൽ നിന്ന്, ദാറുൽ ബയ്യിനയിൽ നിന്ന് പുറത്തു വരുന്ന മക്കൾ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുവാൻ പോകുന്നത്. ആ ഖുർആൻ അതിൻ്റെ അമാനുഷികതക്കുള്ള, അതിൻ്റെ മുഅ്ജിസത്തിനുള്ള, അത് പടച്ചവന്റെ പക്കൽ നിന്നുള്ളതാണ് എന്നതിനുള്ള സ്വയം സാക്ഷികളായിട്ടാണ് അവർ ഇവിടുന്ന് പുറത്തിറങ്ങുന്നത്. അതെ, ഇത് പടച്ചവന്റെ അടുത്തു നിന്നുള്ളതാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടച്ചവൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രസ്താവന, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്ന ഈ ദിക്ർ അവതരിപ്പിച്ചത്, നാം അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇത് പറയുന്ന കാലം
നമ്മളിപ്പോൾ കാണുന്നത് പോലെയുള്ള പ്രിന്റിംഗ് മെഷീനുകൾ വ്യാപകമായൊരു കാലമല്ല. ഒരു പുസ്തകം എന്നത് അലങ്കാരമല്ല, വലിയ വലിയ ഒരു സമ്പത്തായിരുന്ന ഒരു കാലം പോലും കടന്നു വരുന്നത് അതിന് ശേഷമാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. പുസ്തകങ്ങൾ, എഴുത്തുകൾ വളരെ 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 പരിമിതമായിരുന്ന കാലം. അക്കാലത്താണ് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചവന്റെ പ്രഖ്യാപനം, ഈ ഉത്ബോധനം, ഈ ഗ്രന്ഥം, ഈ ദിക്ർ നാം അവതരിപ്പിച്ചതാണ്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കും. ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹു കാത്തു സൂക്ഷിച്ചത് ഏതെങ്കിലും രേഖകളിലൂടെയല്ല, ഏതെങ്കിലും പുസ്തകങ്ങളിലൂടെയല്ല, മറിച്ച് മനുഷ്യ മനസ്സുകളിലൂടെയാണ്, തലച്ചോറിലൂടെയാണ്. ഖുർആൻ എന്താണോ അതേ രൂപത്തിലാണ് സംരക്ഷിക്കപ്പെട്ടത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വായന എന്നാണ്, വായിക്കപ്പെടുന്നത് എന്നല്ലാണ് അർത്ഥം. ആ വായനയിലൂടെ, പാരായണത്തിലൂടെ പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു. ആ ഹിഫ്ളാണ് ഇവിടെ. ഇങ്ങനെ ഇവിടെ നിന്ന് 34 കുട്ടികൾ ഹാഫിളുകളാകുമ്പോൾ ഈ സംരക്ഷണത്തിന്റെ ശൃംഖലയിൽ അവരംഗങ്ങളാവുകയാണ്. ഈ സംരക്ഷണത്തിന്റെ ശൃംഖല എന്ന് പറഞ്ഞാൽ കേവലം പുസ്തകം നോക്കി, മുസ്ഹഫ് നോക്കിയുള്ള ഓത്തല്ല. ഈ ഖുർആൻ കാണാതെ ഹിഫ്ള് പഠിപ്പിക്കുന്ന തലമുറകളായി തുടർന്ന് വരുന്ന വലിയ ഒരു സംവിധാനമുണ്ട്. അതെന്താണ്? ആ സംവിധാനം ഗുരുക്കന്മാരിൽ നിന്ന് നേരിട്ട് പഠിക്കുന്ന സംവിധാനമാണ്. ആ ഗുരുക്കന്മാർ ഇജാസ നൽകുന്ന സംവിധാനമാണ്. ആ ഇജാസയിൽ നിന്നാണ്, ആ ഇജാസ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പഠിപ്പിക്കുക. ആ ഇജാസയുള്ള ഗുരുക്കന്മാർ, ഉസ്താദുമാരുടെ അടുത്ത് പോയാൽ അവർ പറയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ വരെയുള്ള ശൃംഖല, സനദ് കണ്ട് പറയും. അത് രേഖപ്പെടുത്തിയിട്ട് ആ സനദനുസരിച്ചുള്ള രേഖകൾ അവരുടെ കൈകളിലുണ്ടാകും. അഥവാ ഇത് പഠിപ്പിച്ചത് പ്രവാചകനാണ്. ആ പ്രവാചകനിൽ നിന്ന് ഇന്നയാൾ കേട്ടു, അയാളിൽ നിന്ന് ഇന്നയാൾ കേട്ടു, അയാളിൽ നിന്ന് ഇന്നയാൾ കേട്ടു, അയാൾ നിന്നയാൾ കേട്ടു, അങ്ങനെ 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 ഇന്ന ഉസ്താദിൽ നിന്ന് ഞാൻ പഠിച്ചു. ആ ഉസ്താദ് എനിക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഇതാണ് ഇജാസ. ഇങ്ങനെ ഇജാസയുള്ള 10,000-കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പരിശുദ്ധ ഖുർആൻ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഖുർആൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേവലം എഴുത്തുകളിലൂടെ മാത്രമുള്ള സംരക്ഷണമല്ല. എഴുത്തുകളിലൂടെയുള്ള സംരക്ഷണത്തിനേക്കാളും ഏറ്റവും അധികമുള്ള സംരക്ഷണം പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ, ഖുർആൻ്റെ ഉലൂമുൽ ഖുർആനെ നമ്മളെ കുട്ടികൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. 10 ഖിറാഅത്തുകളിലായി നിലനിൽക്കുന്ന ഖുർആൻ, ഒരേ ഖുർആൻ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരൊറ്റ റിവായത്ത് മാത്രമല്ല, 10 തരം ഖിറാഅത്തുകളിലായി നിലനിൽക്കുന്ന, 7 തരം ഹർഫുകളിലായി നിലനിൽക്കുന്ന, അതെല്ലാം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെ കുട്ടികൾ ഇവിടുന്ന് പഠിക്കും. ഈ ഖുർആൻ ഇത് ആ രൂപത്തിൽ തന്നെ, ഒരു ഹർഫും പോലും പരസ്പരം മാറാതെ, ഒരു ഖിറാഅത്തും വേറെ ഖിറാഅത്തും തമ്മിൽ പരസ്പരം സംഘട്ടനത്തിലാവാതെ ആ രൂപത്തിൽ തന്നെ പഠിച്ചു പോവുകയാണ്. അങ്ങനെ സംരക്ഷിക്കപ്പെട്ടതാണ് ഖുർആൻ. 10 ഖിറാഅത്തുകളിലും ഇജാസയുള്ള പണ്ഡിതന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ചിലർ ഇപ്പോൾ ഇവിടെയെല്ലാം ഇഫ്സായിരിക്കും ഇവിടെ നമ്മളെ ഖിറാഅത്തിന് ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും അത് ഖിറാഅത്തിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം. ഞാൻ സൂചിപ്പിക്കുന്ന എത്ര മാത്രം, ഇങ്ങനെ ആ ഖുർആനിൻ്റെ, അള്ളാഹുവിൻ്റെ ഖുർആൻ സംരക്ഷണമെന്ന പടച്ചവൻ്റെ വാഗ്ദാനം, അതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഇവിടെ നിന്ന് ഉണ്ടാകുന്നത്. അത് കേവലം ഖുർആൻ്റെ പദങ്ങൾ മാത്രമല്ല, ഖുർആൻ്റെ ആശയങ്ങൾ കൂടി. ആശയങ്ങൾ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ ഖുർആനിൻ്റെ വിശദീകരണമായ ഹദീസുകൾ കൂടി.
അതൊരു വല്ലാത്ത ദൗത്യമാണ്. പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ എന്ന് പറഞ്ഞത്, നാം ആകുന്നു ഈ ദിക്ർ അവതരിപ്പിച്ചിട്ടുള്ളത്, നാം അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞത് ഖുർആന്റെ ലഫ്ളിനെ കുറിച്ച് മാത്രമല്ല, ഖുർആന്റെ പദങ്ങളെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് പരിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ ഹദീസുകളെ കുറിച്ച് കൂടിയാണ് എന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പരിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ ഹദീസുകൾ കൂടി പഠിപ്പിക്കുകയാണ്. പുതിയ കാലം ഹദീസുകളെ കുറിച്ച അനവധി തെറ്റിദ്ധാരണകൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ചിലരെല്ലാം പറയുന്നത് സർവ വേദ സത്യവാദമാണ്. ഞങ്ങൾ സർവവേദ സത്യവാദികൾ. എന്താ കാര്യം? എല്ലാ വേദങ്ങളും സത്യമാണ്, എല്ലാ വേദങ്ങളും സത്യമാണ്. അപ്പോൾ ഏത് വേദമനുസരിച്ച് ജീവിച്ചാലും രക്ഷ ലഭിക്കും. എല്ലാ വേദങ്ങളും പടച്ചവൻ അവതരിപ്പിച്ചതാണ്, അതുകൊണ്ട് ഏത് വേദമനുസരിച്ച് ജീവിച്ചാലും മതി. ഈ പറയുന്ന ആളുകളോട് ഇവരേതൊക്കെ വേദ പഠിച്ചതെന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്കറിയില്ല, പക്ഷെ എല്ലാ വേദവും. ഏതാ വേദം? തൗറാത്ത്. അള്ളാഹു അവതരിപ്പിച്ചതാണ് തൗറാത്ത്. ആ തൗറാത്ത് സത്യമാണ്. ആ സത്യമായ തൗറാത്ത് തന്നെയാണ് ഇന്ന് ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും എല്ലാം കൈകളിലുള്ള ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം തുടങ്ങിയ 5 പുസ്തകങ്ങൾ. ഇതാണ് ഇവർ പറയണേ. ചില ആളുകൾ പറഞ്ഞുകൊണ്ടുവരിക. യഥാർത്ഥത്തിൽ ഈ 5 പുസ്തകങ്ങൾ ഇവരൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാമാന്യ ബോധം ഉണ്ടെങ്കിൽ അങ്ങനെ പറയില്ല എന്നുള്ളത് കൊണ്ടാണ്. അവർ വായിച്ചത് അവരുടെ വീടുകളിൽ പോയി നോക്കി നിന്നത് കൊണ്ടല്ല ഞാൻ ഇക്കാര്യം പറയുന്നത്. ഈ പുസ്തകങ്ങൾ വായിച്ചവരൊന്നും തന്നെ അവ മുഴുവനും, അതിലെ മുഴുവനും കാര്യങ്ങൾ സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ അവതരിപ്പിച്ചതാണ് എന്ന് പറയില്ല, പറയാൻ സാധ്യതയില്ല. മറ്റൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോവല്ല. മറിച്ച് ആ ഗ്രന്ഥങ്ങൾ പോലും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തൗറാത്ത്, പരിശുദ്ധ ഖുർആനിൽ തൗറാത്തിനെ കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തെക്കുറിച്ച് മൂസാ നബിയുടെ പേരും പറഞ്ഞുകൊണ്ട് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ്, തൗറാത്ത് അവതരിപ്പിച്ചിരിക്കുന്നു എന്നല്ല. മൂസാ നബിക്ക് അള്ളാഹു നൽകിയത് കിതാബാണ് എന്നാണ്. വലിയൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോവല്ല. പക്ഷേ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് മൂസാ നബിക്ക് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് തൗറാത്ത് എന്ന് നമുക്കറിയാം. എന്നാൽ പരിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർത്തമാനം പറയുമ്പോഴൊന്നും അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൻ്റെ പേരായി തൗറാത്ത് എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൻ്റെ പേരായ ഖുർആൻ പറയുക അൽ കിതാബ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് തൗറാത്ത് എന്ന് സൂചിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നത് നേരാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് മുഴുവനും ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണത്? മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് തൗറാത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തൗറാത്ത് മാത്രമായല്ല യഹൂദന്മാർ അവരുടെ വേദഗ്രന്ഥം സംരക്ഷിച്ചത്. നിങ്ങൾ ഈ 5 പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം തുടങ്ങിയ 5 ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് തൗറാത്തായി അവർ പരിഗണിക്കുന്നത്, തോറയായി അവർ പരിഗണിക്കുന്നത്. ഈ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ വീക്ഷണത്തിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പടച്ചവൻ അവതരിപ്പിച്ച നിയമങ്ങൾ, ആ നിയമങ്ങൾ പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും കുറച്ച് നിയമങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പുസ്തകങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ചരിത്രം പറഞ്ഞു പോകുന്നു.
പുറപ്പാട് പുസ്തകത്തിൽ പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സുന്നത്താണുള്ളത്. മൂസാ നബിൻ്റെ ചരിത്രം, സംഖ്യ, ലേവ്യ തുടങ്ങിയ പുസ്തകങ്ങളിലും അങ്ങനെ തന്നെ. ആവർത്തന പുസ്തകത്തിൽ കുറേ നിയമങ്ങളുണ്ട്, അഥവാ തൗറാത്തുണ്ട്. ഇവയെല്ലാം അവർ ഒന്നിച്ചാണ് പരിഗണിച്ചതും ഒന്നിച്ചാണ് അവർ സംരക്ഷിച്ചതുമെല്ലാം. ഈ 5 പുസ്തകങ്ങളും തൗറാത്തായിട്ടാണ് അവർ പരിഗണിച്ചത്. അഥവാ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥവും ആ അള്ളാഹുവിൻ്റെ ദൂതൻ ആ ഗ്രന്ഥത്തെ വിശദീകരിച്ചതുമെല്ലാം തൗറാത്തായിട്ടാണ് അവർ പരിഗണിച്ചത്. അതിനുശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം മറ്റു പലരും എഴുതി ചേർത്ത വചനങ്ങൾ കൂടി അവർ തൗറാത്തായിട്ടാണ് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമായി പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ജൂതന്മാർ മൂസാ നബിക്ക് അല്ലാഹു അവതരിപ്പിച്ച ഗ്രന്ഥവും മൂസാ നബിയുടെ സുന്നത്തായി അവർ സംരക്ഷിച്ച ഭാഗങ്ങളും അദ്ദേഹത്തിന് ശേഷം മറ്റു പലരും എഴുതി ചേർത്ത ഭാഗങ്ങളുമെല്ലാം തൗറാത്തായിട്ടാണ് പരിഗണിച്ചിരുന്നത് എന്നതിനാൽ അള്ളാഹു മൂസാ നബിക്ക് അവതരിപ്പിച്ച ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ മുഴുവനും പറയുന്നത് കിതാബ് കിതാബ് എന്നാണ്. കാരണം ആ കിതാബ് ഇതിലെ നിയമങ്ങൾ മാത്രമാണ്. മറ്റൊരു വിഷയമാണ്, ഞാൻ വിശദീകരിക്കുകയല്ല. മറിച്ച് എല്ലാ പ്രവാചകന്മാരുടെയും, ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഇഞ്ചീൽ എന്ന ഒരു ഗ്രന്ഥം ജനങ്ങളോട് പ്രബോധനം ചെയ്തിരുന്നു എന്ന് ബൈബിളിൽ തന്നെ കാണാം. മർക്കോസിന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 14 മുതൽക്കുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ സുവിശേഷമാണ് ക്രിസ്തു പ്രബോധനം ചെയ്തത്. പക്ഷെ ഇന്നത്തെ ബൈബിളിൽ ദൈവത്തിൻ്റെ സുവിശേഷമില്ല. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം എല്ലാണുള്ളത്. ഞാൻ ആ സുവിശേഷങ്ങളെ ചോദ്യം ചെയ്യല്ല, മറിച്ച് അവർ പിന്നീട് സംരക്ഷിച്ചത് ഈ സുവിശേഷങ്ങളിലെല്ലാം എടുത്തു നോക്കിയാൽ യേശു ക്രിസ്തു എന്നവർ വിളിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തിന് പടച്ചവനിൽ നിന്ന് ലഭിച്ച വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ ഉപദേശങ്ങൾ കേവലം ഏതാനും പുറങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ബാക്കി മുഴുവനും അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. അഥവാ ക്രൈസ്തവ സമൂഹവും പിൽക്കാലഘട്ടത്തിൽ സംരക്ഷിച്ചത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം മാത്രമല്ല, അതിൻ്റെ കൂടെ അതിൻ്റെ വിശദീകരണമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ച ഭാഗങ്ങൾ കൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടിയാണ്. പരിശുദ്ധ ഖുർആൻ ഇത് രണ്ടും വേർപെടുത്തിക്കൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമർപ്പിച്ചു. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള രേഖകളും ഒന്നും കൂടിക്കലരാൻ പാടില്ല എന്നതുകൊണ്ട് ഖുർആൻ മാത്രം രേഖപ്പെടുത്താൻ പറഞ്ഞു, ഖുർആൻ കാണാതെ പഠിക്കാൻ പറഞ്ഞു, പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ പറഞ്ഞു. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധ ഖുർആന്റെ സ്പിരിറ്റ്, ഖുർആന്റെ യഥാർത്ഥത്തിലുള്ള വെളിച്ചം നമുക്ക് മനസ്സിലാകും. ഹദീത്തുകളില്ലാതെ പരിശുദ്ധ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഖുർആനിൽ നിന്നൊന്നും ലഭിക്കില്ല. സത്യം അതാണ്. ഖുർആനിൽ നിന്ന് ആദർശം ലഭിക്കില്ല, ധർമ്മശാസ്ത്രം ലഭിക്കില്ല, ഖുർആന് ചരിത്രം ലഭിക്കില്ല, ഒന്നും ലഭിക്കില്ല. ഏറ്റവും മിനിമം പരിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമായി എല്ലാ നിയമങ്ങളും നിർദ്ധരിച്ചെടുക്കാമെന്ന് പറയുന്നവർക്ക് മദ്യപാനത്തെ, ലഹരിയെക്കുറിച്ചുള്ള ഖുർആനിലെ നിയമങ്ങളെങ്കിലും നിർദ്ധരിച്ചെടുക്കാൻ ഖുർആന്റെ മാത്രം അടിസ്ഥാനത്തിൽ കഴിയോ? ഖുർആനിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് 3 പരാമർശങ്ങളാണുള്ളത്. ഒന്ന്, ലഹരി അതിൽ നന്മയും തിന്മയുമുണ്ട്, എന്നാൽ തിന്മയാണ് കൂടുതലെന്ന പരാമർശം. 2, നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ലഹരി ബാധിതരാകരുത് എന്ന പരാമർശം. 3, ലഹരി പൂർണ്ണമായും വർജിക്കണം എന്നുള്ള പരാമർശം. ഇത് ഹദീസുകൾ വെച്ച് നോക്കുമ്പോഴാണ് ആ സമൂഹത്തിൻ്റെ വളർച്ചയിലെ 3 ഘട്ടങ്ങളിലായിട്ടാണിത് അവതരിപ്പിക്കപ്പെട്ടതെന്നും അവസാനത്തേതാണ്
സൂറത്തുൽ മാഇദയിലെ 90-91 വചനങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് അവസാനിപ്പിക്കുന്ന ഈ മദ്യവും പ്രതിഷ്ഠകളും ജൂതാട്ടവുമെല്ലാം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ അവസാനത്തേതാണ് എന്നും ആ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി മറ്റ് 2 വചനങ്ങളുടെയും നിയമങ്ങൾക്ക് പ്രസക്തിയില്ലാതായി തീർന്നു എന്നുമെല്ലാമുള്ള വസ്തുത നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിന് പുറത്ത് ഹദീസുകളെ സമീപിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ 3 നിയമങ്ങളെ നേരെ തിരിച്ചിട്ടാലോ? നേരെ തിരിച്ചുവിടാലോ? എങ്ങനെ തിരിച്ചിടാം? ഇതാ ആദ്യം ഖുർആൻ പൂർണ്ണമായി നിരോധിച്ചിരുന്നു. പിന്നെ നമസ്കാരത്തിൻ്റെ സമയത്ത് മാത്രം നിങ്ങൾ കുടിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. 3-ാമതായി അതിൽ നന്മയും തിന്മയുണ്ട്, തിന്മയാണ് കൂടുതൽ, നന്മയുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ തിരിച്ചിടാം. ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിന് മാത്രമായി നിയമങ്ങൾ പോലും പഠിപ്പിക്കാനുള്ള ശേഷിയില്ല എന്നല്ല, മറിച്ച് നിയമങ്ങൾ പോലും അള്ളാഹു പൂർണ്ണമായും പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആനിലെ വചനങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ വിശദീകരണമായ ഹദീസുകൾ കൂടി വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഹദീസുകൾ പഠിപ്പിക്കപ്പെടാതെ പരിശുദ്ധ ഖുർആൻ മാത്രം പഠിപ്പിക്കപ്പെടുമ്പോൾ, പരിശുദ്ധ ഖുർആൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ സമൂഹത്തെ നയിക്കണമെന്ന് പറയുമ്പോൾ അത്തരം ആളുകൾ സത്യത്തിൽ ഖുർആനിൻ്റെയോ ഹദീസുകളുടെയോ സ്പിരിറ്റ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ വിശദീകരിക്കുകയല്ല, അത്തരം വിഷയങ്ങളെല്ലാം ഓരോന്നായിട്ട് എടുക്കേണ്ടതാണ്. ഞാനിവിടെ നമ്മുടെ ബയ്യിന സ്ഥാപനത്തെക്കുറിച്ച് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഹദീസുകളും ഇതേപോലെ പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ വെളിച്ചം സമൂഹത്തിൽ എത്തിക്കുവാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് വരുന്നത്. അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ പാഠമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ വിജ്ഞാനീയങ്ങളുടെയും വേരാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഖുർആനിൽ നിന്നുണ്ടായ വിജ്ഞാനീയങ്ങൾ കേവലം മതവിജ്ഞാനീയങ്ങളല്ല. നമ്മൾ ഇന്ന് AI കുറിച്ച് പറയുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല. ഇപ്പം എല്ലാവരും AI ആണ് വേറെ ചർച്ചാ വിഷയം. പുതിയ കാലത്തെ സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, അഥവാ നമ്മുടെ ബുദ്ധി ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യാൻ കഴിയുന്ന യന്ത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഇൻ്റർനെറ്റിലൂടെ എല്ലാം അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നു. ബുദ്ധിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള മനുഷ്യബുദ്ധിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള, ഓരോ തലത്തിലും 10 മടങ്ങ് ശക്തിയുള്ള യന്ത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുമായി മനുഷ്യൻ നിൽക്കുന്നു. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഗണിതശാസ്ത്രപരമായുള്ള അതിൻ്റെ മറ്റു വശങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഗണിതശാസ്ത്രപരമായുള്ള വളർച്ചയാണ്, മനുഷ്യൻ്റെ വളർച്ചയാണ്. ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ, ഇൻ്റർനെറ്റിനെ കുറിച്ച് പറയുമ്പോൾ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറയുമ്പോൾ, അതിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് അൽഗരിതം എന്ന്. ഞാൻ അൽഗരിതം എന്താണെന്ന് വിശദീകരിക്കണില്ല. അൽഗരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നതിൻ്റെ ഭാഷ എന്ന് മാത്രം മനസ്സിലാക്കുക നിങ്ങൾ. ഈ അൽഗരിതം എന്ന് നമ്മൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അൽഗരിതം എന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വിളിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ ഭാഷ രൂപപ്പെടുന്നത് ഇന്നോ ഇന്നലെയോ അല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അൽഗരിതം എന്ന പേര് പോലും അൽഗരിസം എന്ന പേരിൽ നിന്നുണ്ടായതാണ്. അൽഗരിസം എന്ന പേര് യൂറോപ്യന്മാർ ഉപയോഗിച്ചത് മൂസൽ ഖവാരിസ്മി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മൂസൽ ഖവാരിസ്മിയാണ് അദ്ദേഹത്തിൻ്റെ കിതാബുൽ ജബർ എന്ന ഗ്രന്ഥത്തിലൂടെ ആൾജിബ്ര എന്ന ആശയം ഉണ്ടാകുന്നത്. ആൾജിബ്ര ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഒരു ഗണിതശാസ്ത്രത്തിലെ വിദ്വാനായിരുന്നു മുസൽ ഖവാരിസ്മി. അദ്ദേഹം ആൾജിബ്ര എന്ന മാത്തമാറ്റിക്കൽ മെത്തേഡ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഖുർആനികമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിലെ 3 വചനങ്ങളിലൂടെ
അത്ഭുതകരമായൊരു വിജ്ഞാനീയം വളരെ സമർത്ഥമായി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഖുർആനിൽ. അവിജ്ഞാനീയത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾ പലപ്പോഴും അതിനെ കല്ലെറിയാറുണ്ട്. അത് വേറൊന്നുമല്ല, അനന്തരാവകാശ നിയമങ്ങളാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 11, 12, 176 വചനങ്ങളിലായി 3 വചനങ്ങളിലായി ഈ വിജ്ഞാനീയങ്ങൾ, അനന്തരാവകാശ വിജ്ഞാനീയം, കിതാബുൽ ഫറായിൽ എന്ന് ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ പറയും, 3 വചനങ്ങളിലായി സമർത്ഥമായി ഇങ്ങനെ ഇങ്ങോട്ട് ഇഴചേർത്തിരിക്കുകയാണ്. ഈ 3 വചനങ്ങളെ വളരെ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞാൽ ഏത് അനന്തരാവകാശ പ്രശ്നങ്ങളെയും കൃത്യമായി നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് ഓരോ അനന്തരാവകാശിക്കും എന്താണ് കൊടുക്കാമെന്ന് പറയാൻ പറ്റും. അത് ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ അനന്തരാവകാശിക്കും ആ മരണപ്പെട്ടയാളുടെ സ്വത്തിൻ്റെ എത്ര അംശമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അത് പഠിക്കുന്നതിന് വേണ്ടി, അത് നിർദ്ധാരണം ചെയ്തെടുക്കുന്നതിന് വേണ്ടി മൂസൽ ഖവാരിസ്മി ഉണ്ടാക്കിയ ഒരു മാത്തമാറ്റിക്കൽ ശാഖയാണ്, ഒരു ഗണിതശാസ്ത്രപരമായ ശാഖയാണ് അൽജിബ്ര. ആ അൽജിബ്രയുടെ അടിസ്ഥാനത്തിലാണ് അൽഗരിസം ഉണ്ടായത്. ആ അൽഗരിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ നമ്മൾ ഈ പറയുന്ന അൽഗരിതം ഉണ്ടാകുന്നത്. ഈ അൽഗരിതത്തിൽ നിന്നാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞ ആധുനിക കമ്പ്യൂട്ടറുകളുടെ മുഴുവനും ഭാഷ രൂപീകരിക്കപ്പെടുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാന വിജ്ഞാനീയത്തിൽ നിന്ന് ഉണ്ടായി വന്ന ലോകത്തെ വൈജ്ഞാനിക ശാഖകളെക്കുറിച്ച് ആണ്. ഇന്ന് നമ്മൾ പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ നമ്മൾ അജ്ഞരാണ് എന്നുള്ളതാണ് സത്യം. നമ്മൾ സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ട്രിഗ്നോമെട്രിയെക്കുറിച്ച് പഠിക്കുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന, മാത്തമാറ്റിക്സ് പഠിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. കണക്ക്, അഭിനവ ഗണിതം പഠിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം എന്ത് ട്രിഗ്നോമെട്രി എന്താണ് എന്നും ത്രികോണമിതി എന്താണ് എന്നും സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി എന്താണ് എന്നും. ഈ ത്രികോണമിതി ആരുണ്ടാക്കുന്നു, എന്തിനുണ്ടാക്കുന്നു? സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി ആരുണ്ടാക്കി, എന്തിനുണ്ടാക്കി? സ്ഫെറിക്കൽ ത്രികോണമിതി എന്ന് പറഞ്ഞാൽ ഏത് നമ്മുടെ ജോമെട്രി ഉണ്ടല്ലോ, ജോമെട്രിയെക്കുറിച്ച് അതിൻ്റെ മറ്റ് തലങ്ങളാണ് ട്രിഗ്നോമെട്രിയിൽ വരിക. അത് ഒരു സ്ഫെറിക്കലായിട്ടുള്ള ഒരു ഗോളത്തിൽ ഉള്ള ത്രികോണമിതി, അതിലുള്ള നിർമ്മാണം, അതിലെ കണക്കുകൾ, ഇതാണ് സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി. ഇബ്നു മുആദ് അൽ ജയ്യാനി എന്ന ശാസ്ത്രജ്ഞൻ സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ നമുക്ക്? ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കഅബാലയത്തിൻ്റെ ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് ട്രിഗ്നോമെട്രി. അങ്ങനെയാണ് സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി വളർന്നു വരുന്നത്. ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഖുർആൻ്റെ ശത്രുക്കൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, ഖുർആനിലെ ഭൂമി ഉരുണ്ടതല്ല, ഖുർആനിലെ ഭൂമി പരന്നതാണ്. 8-ാം നൂറ്റാണ്ടിൽ ഇബ്നു മുആദ് അൽ ജയ്യാനി ഈ ഭൂമിയിൽ ഉള്ള സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി, സ്ഫിയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗോളത്തിലുള്ള ട്രിഗ്നോമെട്രി കണ്ടുപിടിച്ചത് തന്നെ എന്തിനാ? ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ, ഭൂമിയുടെ വ്യത്യസ്തങ്ങളായ മൂലകളിൽ നിന്ന് കഅബാലയത്തിലേക്കുള്ള ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂൾ എന്നുള്ള ആൾക്ക് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അവരന്ന് തന്നെ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയുടെ അടിസ്ഥാനപരമായ ആകൃതി ഗോളാകൃതിയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു എന്നാണ് അതിനർത്ഥം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ ആ വിമർശനങ്ങൾക്കൊന്നും മറുപടി പറയല്ല, അതിനുള്ള വേദിയല്ലല്ലോ. ഇവിടെ നിന്ന് നമ്മുടെ കുട്ടികൾ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും പഠിക്കുമ്പോൾ അതുവഴി എല്ലാ വിജ്ഞാനീയങ്ങളിലേക്കുമുള്ള വെളിച്ചമാണ് ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. ഈ വെളിച്ചം ലഭിക്കാതിരുന്നാൽ ഞാനീ പറഞ്ഞ വിജ്ഞാനീയങ്ങളെല്ലാം കേവലം തമാശകളായിട്ടാണ് ആളുകൾക്ക് തോന്നും. അല്ലെങ്കിൽ അതിൻ്റെ ആ വലുപ്പവും ആഴവും മനസ്സിലാവില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഈ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ, അതുമായി ബന്ധപ്പെട്ട എന്തെന്ത് ചർച്ചകളാണ്.
എന്തെന്ത് വിമർശനങ്ങളാണ് നടക്കണേ. ചില ആളുകൾ അറബി ഭാഷയിൽ നഹ്വും സർഫും പഠിച്ചാൽ അറബി കോളേജിൽ പോയാൽ അത് പഠിക്കാൻ പറ്റും. അത് പഠിച്ച് ഖുർആനിലെ അനന്തരാവകാശ നിയമം എഴുതിയ ആളുകൾക്ക് മാത്തമാറ്റിക്സ് കണക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വിവരക്കേടുകൾ LP സ്കൂൾ അധ്യാപകരുമായി യുക്തിവാദി ബുദ്ധിരാക്ഷസന്മാരുമായി പങ്കുവെക്കുന്നത് കാണുമ്പോൾ അവരുടെ ബുദ്ധിയുടെ രാക്ഷസീയതയിൽ നമുക്ക് എല്ലാം തന്നെ അത്ഭുതം കൂറുകയല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ 3 വചനങ്ങളിലുള്ള അത്ഭുതകരമായ അനന്തരാവകാശ നിയമങ്ങളെ അതെല്ലാം ഭിന്നസംഖ്യകളുള്ളതാണ്. ഭിന്നസംഖ്യകൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ഛേദവും അതേപോലെ തന്നെ അംശവും ഉണ്ടാകുമ്പോൾ, ഡെസിമലുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഏത് ഭിന്നസംഖ്യക്കുമുണ്ട്. ആ ഭിന്നസംഖ്യകളുടെ പ്രശ്നങ്ങൾ ഖുർആനിൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ പരിഹരിച്ചുകൊണ്ട് തന്നെ എങ്ങനെ അനന്തരാവകാശ നിയമങ്ങളെ വളരെ കൃത്യമായി അവതരിപ്പിക്കാമെന്ന് പഠിച്ചത്, അതനുസരിച്ചുള്ള വലിയ ശാസ്ത്രശാഖയുണ്ടായത്. ആ ശാസ്ത്രശാഖയുടെ അടിസ്ഥാനത്തിൽ ആധുനിക കാലഘട്ടത്തിലും കമ്പ്യൂട്ടർ വിജ്ഞാനീയങ്ങളുടെ പുതിയ കാലഘട്ടത്തിലും ആ ശാസ്ത്രശാഖയുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഷ നിർദ്ധരിച്ചെടുക്കുന്നതെല്ലാം കാലത്ത് ഖുർആനിൽ അനന്തരാവകാശ നിയമങ്ങൾ എഴുതിയ ആൾക്ക് മാത്തമാറ്റിക്സ് അറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ തിരുത്താൻ കൂടി, അവരോട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനല്ല, നമ്മുടെ മക്കൾക്ക് കഴിയും. ഇൻഷാ അല്ലാഹ് ഖുർആനിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചം ഉൾക്കൊണ്ടാൽ ആ ഖുർആനിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുവാൻ കഴിയുന്ന മക്കളെയാണ് ഇൻഷാ അല്ലാഹ് ദാറുൽ ബയ്യിന ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ സവിശേഷത. ഇത് കേവലം ഒരു മതസ്ഥാപനമല്ല, മറിച്ച് എല്ലാ തരത്തിലുമുള്ള മാനവികതയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന സ്ഥാപനം, മാനവികതയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന സ്ഥാപനം. അതെ, പരിശുദ്ധ ഖുർആനിൻ്റെ ലോകത്തോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം തന്നെ മനുഷ്യരെ നിങ്ങളൊന്നാണ്, നിങ്ങളുടെ ദൈവം ഒന്നാണ് എന്ന സന്ദേശമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പുതിയ കാലത്ത് പുതിയ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ കടന്നു വരുമ്പോൾ, തൊട്ടുകൂടായ്മകൾ കടന്നു വരുമ്പോൾ പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് വെളിച്ചം നൽകുകയാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങൾ കറുത്തവനും വെളുത്തവനുമില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേലിയും ഫലസ്തീനിയുമില്ല. ഇസ്രായേലിയുടെ രക്തത്തിന് ഒരുപാട് വിലയും ഫലസ്തീനിയുടെ രക്തത്തിന് ഒരു ജന്തുവിൻ്റെ, ഒരു കൊതുകിൻ്റെ ചോരയുടെ വില പോലുമില്ല എന്ന് കൽപ്പിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ബുദ്ധിരാക്ഷസന്മാരും രാഷ്ട്രമീമാംസകന്മാരും ഈ ലോകത്തെ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അവരെ മാനവികതയുടെ പാഠം പഠിപ്പിക്കുക. അവരുടെ തൊലി വെളുപ്പല്ല, അവരുടെ നാടല്ല, അവരുടെ വേറെയൊന്നുമല്ല. മനുഷ്യ മഹത്വത്തിൻ്റെ മാനദണ്ഡം എന്നത് അവരുടെ കയ്യിൽ ആയുധമുണ്ടാകാം, അവരുടെ കയ്യിൽ മറ്റെന്തെങ്കിലും എല്ലാം ഉണ്ടാകാം. പക്ഷേ മനുഷ്യമഹത്വത്തിൻ്റെ മാനദണ്ഡം എന്നാൽ എന്താണ്? ഈ ഓരോരുത്തരും ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്, അവരുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ്. മാനവികതയെക്കുറിച്ച്, മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ച്, നിയമങ്ങളെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ചെല്ലാം വാതോരാതെ സംസാരിക്കുന്ന ആളുകൾക്ക് ഫലസ്തീനിയുടെ, പാവപ്പെട്ട ഫലസ്തീനി പൈതങ്ങളുടെ രക്തത്തിന് യാതൊരു വിലയുമില്ല. അവരുടെ പൊട്ടിക്കരച്ചിലുകൾ അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ പോലും ഒരല്പം പോലും ഒരു പ്രയാസമുണ്ടാക്കണില്ല. എന്താ കാര്യം? ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്. ഞങ്ങളാണ് ഉന്നതന്മാർ, ഞങ്ങൾ വിചാരിച്ച ലോകം, അതെ, അവരാണ് ആ പിഞ്ചു പൈതങ്ങളുടെ ചോരകൾക്ക് മുകളിൽ, മയ്യത്തുകൾക്ക് മുകളിൽ കൊട്ടാരം പണിയാൻ ശ്രമിക്കുന്ന ആളുകളെ നിലക്ക് നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 8 മാസത്തോളം കാലം ആ പാവം പൈതങ്ങളും അവരുടെ മാതാപിതാക്കളും പിടിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം പറയല്ല, അന്താരാഷ്ട്ര വിഷയവും പറയല്ല, പക്ഷേ ഈ ഖുർആൻ്റെ വെളിച്ചമാണ് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ളത്. ഈ ഖുർആൻ്റെ വെളിച്ചം, മനുഷ്യരെ, നിങ്ങൾ കറുത്തവനാകാം, വെളുത്തവനാകാം, അമേരിക്കക്കാരനാകാം, ആഫ്രിക്കക്കാരനാകാം,
നിങ്ങൾ ബ്രാഹ്മണനാകാം, ശൂദ്രനാകാം, ചണ്ടാളനാകാം, ആരാണെങ്കിലും നിങ്ങൾ ഒരേ മാതാവിൻ്റെ മക്കളാണ്, ഒരേ പിതാവിൻ്റെ മക്കളാണ്. നിങ്ങളാരും വ്യത്യസ്തങ്ങളായി സൃഷ്ടിക്കപ്പെട്ടവരല്ല. നിങ്ങൾക്ക് മേൽവിലാസമുണ്ട്. നിങ്ങൾ ഇന്ന നാട്ടുകാരനാണ്, ഇന്ന തറവാട്ടുകാരനാണ്, ഇന്ന പ്രദേശത്തുകാരനാണ്. ഇതെല്ലാം കേവലം മേൽവിലാസങ്ങൾ മാത്രമാണ്. നിങ്ങളിൽ ഔന്നത്യം പ്രകടിപ്പിക്കാൻ, ഔന്നത്യം അവകാശപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ? നിങ്ങളുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ, നിങ്ങളുടെ തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ, നിങ്ങളുടെ ഹൃദയ നൈർമല്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. അത് പുതിയ ലോകം ആവശ്യപ്പെടുന്ന വലിയ സമാധാനത്തിൻ്റെ സന്ദേശമാണ്, മാനവികതയുടെ സന്ദേശമാണ്. ഈ സന്ദേശമാണ് ഇന്ന് അമേരിക്കയിലെല്ലാമുള്ള കോളേജ് ക്യാമ്പസുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കോളേജ് ക്യാമ്പസുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ഭരണാധികാരികളുടെ അവരുടെ വലിയ വലിയ സിംഹാസനങ്ങളെപ്പോലും വിറപ്പിച്ചുകൊണ്ട് ആ മക്കൾ ഈ സന്ദേശം, മാനവികതയുടെ സന്ദേശം മുഴക്കുകയാണ്. അവർ തന്നെ ആ സന്ദേശത്തിൻ്റെ ഭാഗമായി ഇസ്ലാമിനെ, പരിശുദ്ധ ഖുർആനിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തമസ്കരിക്കാൻ വേണ്ടി പരമാവധി ലോകം ശ്രമിച്ചിട്ടും ആ ഖുർആനിൻ്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഇസ്ലാമിൻ്റെ എല്ലാം അനുയായികളായിത്തീരുന്ന ആയിരങ്ങളെ യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാമുള്ള ക്യാമ്പസുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദേശമാണ്. ആ സന്ദേശമാണ് നമ്മുടെ കുട്ടികൾക്ക് ലോകത്തോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം മാനവികതയുടെ വിളംബരത്തിൻ്റെ സ്ഥാപനമാണ്. ഈ സ്ഥാപനം ദൈവികമായ പാന്താവിനെക്കുറിച്ച് ലോകത്തെ അറിയിക്കുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം തെറ്റിദ്ധാരണകളുടെ വൃണത്തിൽ ജീവിക്കുന്ന പുഴുക്കളെ മാത്രം കണ്ടുപിടിച്ച് ആ പുഴുക്കളെ എടുത്തു മാറ്റി ഈ തെറ്റിദ്ധാരണയുടെ വൃണങ്ങളെ മാറ്റുന്ന, അത് മാറ്റാൻ വേണ്ടിയുള്ള ചികിത്സകൾ നടത്തുന്ന വിദഗ്ധന്മാരെ സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദാറുൽ ബയ്യിന ഇവിടെ ശക്തമായി ഉയർന്നു വരുമ്പോൾ, ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ, കേവലം 30-34 മതപണ്ഡിതന്മാർ കണ്ണൂരിൻ്റെ ഈ കോണിൽ എന്ന ഉയർന്നു വരികയല്ല. ലോകത്തെ നടത്താൻ കഴിയുന്ന, ചുറ്റുപാടിൽ വെളിച്ചം നൽകാൻ കഴിയുന്ന, മാനവികതയുടെ കാര്യത്തിൽ സമൂഹത്തെ പഠിപ്പിക്കാൻ കഴിയുന്ന, സമൂഹത്തിന് മുന്നിൽ നടക്കാൻ കഴിയുന്ന 34 പേരാണ് ഇൻഷാ അല്ലാഹ് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.